നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യം മുഴുവൻ ഇപ്പോൾ പേപ്പർ ലീക്കിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ ചോരുന്നതാണ് ഈ ചർച്ചയ്ക്ക് കാരണം. അതായത് രാജ്യത്ത് നീറ്റ് പരീക്ഷ നടക്കുന്നു, ആ ചോദ്യപേപ്പർ ചോരുന്നു, അതിനുശേഷം പരീക്ഷ റദ്ദാക്കുന്നു, വീണ്ടും പരീക്ഷ നടക്കുന്നു, ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാകുന്നു, അതിൽ ഏതാനും വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെടുന്നു, അവർ പഠനത്തിലേക്ക് തിരിയുകയും ചെയ്യുന്നു. ആ കഥ അവിടെ അവസാനിച്ചു. പക്ഷേ ചർച്ചകൾ അവസാനിക്കുന്നില്ല. ഇന്നിപ്പോഴും നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും ലോക്സഭയിൽ ഈ പേപ്പർ ലീക്കിനെ കുറിച്ചുള്ള ചർച്ച നടക്കുകയാണ്. ഭാവിയിൽ ഇത്തരത്തിലുള്ള പേപ്പർ ലീക്കുകൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഇങ്ങനെ ചോദ്യപേപ്പർ ചോർത്തുന്നവർക്കുള്ള ശിക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടൊക്കെയുള്ള ഒരു ബില്ല് പാർലമെൻറ്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പേപ്പർ ലീക്ക് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട മറ്റു പല ലീക്കുകളും രാജ്യത്ത് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ കുറേ നാളായി നടന്നു വരുന്നുണ്ട്. ഏറ്റവും ഒടുവിലെത്തിയത് ഇതാണ്. അതായത് ബാങ്ക് ഓഫ് ബറോഡ നമുക്കറിയാം, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാങ്കാണ്. ഈ ബാങ്ക് ഓഫ് ബറോഡയുടെ നിർണായകമായ കസ്റ്റമർ വിവരങ്ങൾ, ഉപഭോക്തൃ വിവരങ്ങൾ ഇന്നിപ്പോൾ ഡാർക്ക് വെബിൽ ദൃശ്യമായിരിക്കുന്നു. അതായത് കഴിഞ്ഞ ജൂലൈ 14 മുതൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ബാങ്കിൻ്റെ ഉപഭോക്തൃ വിവരങ്ങളാണ് ഡാർക്ക് വെബിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. സൈബർ ക്രിമിനൽ ഗ്രൂപ്പായ ട്രിപ്ലെക്സ് ഈ ബാങ്ക് ഓഫ് ബറോഡയുടെ കമ്പ്യൂട്ടർ ശൃംഖലകളിൽ കയറി ഈ വിവരങ്ങൾ ചോർത്തുകയും, ആ ചോർത്തിയ വിവരങ്ങൾ ഏതാണ്ട് 1 ട്രില്യൺ ബൈറ്റ് വിവരങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ട്രിപ്ലെക്സ് ചോർത്തിയിരിക്കുന്നത്. ചോർത്തിയതിന് ശേഷം ഡാർക്ക് വെബിൽ എല്ലാവർക്കും കാണുന്ന രീതിയിൽ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതീവ രഹസ്യമായ വിവരങ്ങളാണ്, ഉപഭോക്തൃ വിവരങ്ങൾ. പ്രത്യേകിച്ചും സാമ്പത്തിക സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപഭോക്തൃ വിവരങ്ങൾ അങ്ങനെ പരസ്യമാക്കാൻ പാടില്ല. അങ്ങനെയുള്ള ട്രില്യൺ കണക്കിന് വിവരങ്ങളാണ് ഇപ്പോൾ ഡാർക്ക് വെബിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും തുറന്ന് പരിശോധിക്കാം എന്ന നിലയിലാണ് ഇപ്പോൾ ഇങ്ങനെ ആ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. ട്രിപ്ലെക്സിനെ പോലെയുള്ള ധാരാളം ക്രിമിനൽ ഗ്രൂപ്പുകൾ സൈബർ ലോകത്തുണ്ട്. ഇവർ എന്തുകൊണ്ടാണ് ഇത്തരം വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇവർ ആദ്യം ഒരു കമ്പ്യൂട്ടർ ശൃംഖലയെ ലക്ഷ്യം വയ്ക്കും. ആ കമ്പ്യൂട്ടർ ശൃംഖലയിൽ മർമ്മപ്രധാനമായ രഹസ്യ വിവരങ്ങളുണ്ടെങ്കിൽ അത് ചോർത്തിയെടുക്കും. ചോർത്തിയെടുത്തതിന് ശേഷം അത് അവരുടെ സിസ്റ്റത്തിലാക്കിയതിന് ശേഷം ഇവർ കമ്പനിയുമായി വിലപേശും, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുമായി വിലപേശും. ഞങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ അതീവ രഹസ്യമായ വിവരങ്ങളുണ്ട്, അത് ഞങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഹാക്ക് ചെയ്ത് എടുത്തതാണ്, ഇത് പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. പ്രസിദ്ധീകരിക്കാതിരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇത്ര കോടി രൂപ വരണം. ഇതാണ് ഇപ്പോൾ സൈബർ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യം. അങ്ങനെ കൊടുക്കാൻ കമ്പനി സാധാരണഗതിയിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണെങ്കിൽ ഇത്തരം കമ്പനികൾ കോടിക്കണക്കിന് രൂപയ്ക്ക് ഇത് സെറ്റിൽ ചെയ്യുകയാണ് പതിവ്. അങ്ങനെ ഇവർ ആവശ്യപ്പെടുന്ന തുക കൊടുത്തില്ല എങ്കിൽ ഇവർ ഈ വിവരങ്ങൾ പബ്ലിക്കിലിടുകയും അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ പോസ്റ്റ് ചെയ്യുകയും അതുമൂലം കമ്പനിക്ക് വലിയ നഷ്ടമുണ്ടാവുകയും ഒക്കെ ചെയ്യും. മാത്രമല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ടാറ്റ ഗ്രൂപ്പിൻ്റെ വിവരങ്ങൾ ഇതുപോലൊരു ക്രിമിനൽ ഗ്രൂപ്പ് സ്വന്തമാക്കുകയും ആ ക്രിമിനൽ ഗ്രൂപ്പ് കോടിക്കണക്കിന് രൂപ ആവശ്യപ്പെടുകയും ടാറ്റ ഗ്രൂപ്പ് അത് കൊടുക്കാതിരിക്കുകയും ചെയ്തതോടുകൂടി അവരുടെ വിവരങ്ങൾ ഇതുപോലെ ഡാർക്ക് വെബിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. സമാനമായ രീതിയിലാണ് ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയുടെ വിവരങ്ങളും ഡാർക്ക് വെബിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിലുള്ള പണം വാഗ്ദാനം ചെയ്തിട്ടല്ല, അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയല്ല, മറിച്ച് ഈ വിവരങ്ങൾ ചോർത്തി വിവരം ബാങ്ക് ഓഫ് ബറോഡ പോലും അറിയാതെയാണ് ഇത്തരത്തിലുള്ള വിവരം ഡാർക്ക് വെബിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിന് ഈ സൈബർ ക്രിമിനൽ ഗ്രൂപ്പായ ട്രിപ്ലെക്സ് പറയുന്ന വിശദീകരണം, ബാങ്ക് ഓഫ് ബറോഡയുടെ പാസ്വേഡുകളെല്ലാം വീക്കായിരുന്നു. ഈ വിവരങ്ങളെല്ലാം വളരെ സ്ട്രോങ് ആയ പാസ്വേഡ് ഇട്ട് വേണം സംരക്ഷിക്കേണ്ടത്. ബാങ്ക് ഓഫ് ബറോഡയുടെ പാസ്വേഡുകളെല്ലാം വീക്കായിരുന്നു. മാത്രമല്ല, അവരുടെ സൈബർ സുരക്ഷാ സംവിധാനങ്ങളും വീക്കായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ ശിക്ഷിക്കണം, ഇവർ കൃത്യമായ ഒരു സൈബർ സുരക്ഷാ സംവിധാനം നടപ്പാക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി അവരെ ഒരു പാഠം പഠിപ്പിക്കാനാണ് ഞങ്ങൾ ഈ വിവരങ്ങൾ പോസ്റ്റ് ചെയ്തത് എന്നാണ് ട്രിപ്ലെക്സ് ഇപ്പോൾ ഇതിനോടകം തന്നെ വിശദീകരിച്ചിരിക്കുന്നത്. എന്തായാലും ബാങ്ക് ഓഫ് ബറോഡ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ കസ്റ്റമർ വിവരങ്ങൾ ചോർന്നു എന്നത് ശരിയാണ്, അത് ഡാർക്ക് വെബിലുണ്ട്, അത് അവിടെ നിന്ന് എന്തായാലും മാറ്റിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. സൈബർ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഈ പറയുന്ന ഹാക്കർമാർക്ക് ഞങ്ങളുടെ കോർ ബാങ്കിങ് ശൃംഖലയിലേക്ക് കടന്നു കയറാൻ പറ്റിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ബാങ്ക് വിശദീകരിക്കുന്നത്. കോർ ബാങ്കിങ് ശൃംഖലയിലേക്ക് കൂടി കടന്നു കയറിയിരുന്നുവെങ്കിൽ തീർച്ചയായും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ബാങ്കിനുണ്ടാകുമായിരുന്നു. ബാങ്ക് തന്നെ തകർന്നു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമായിരുന്നു. ഒരു ബാങ്ക് മാത്രമല്ല, ആ ശൃംഖലയിലൂടെ മറ്റു പല ബാങ്കുകളിലേക്കും കയറിക്കൂടാൻ സാധിക്കും. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ബാങ്കുകളെല്ലാം ഈ രീതിയിൽ ഇൻ്റർ കണക്റ്റഡ് ആണ്. ഉയർന്ന രീതിയിലുള്ള വലിയ ഗുണനിലവാരമുള്ള
സൈബർ സെക്യൂരിറ്റി സംവിധാനങ്ങളാണ് ബാങ്കുകളിൽ ഈ കോർ ബാങ്കിങ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് തകർത്തകത്ത് കയറുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ കസ്റ്റമർ വിവരങ്ങളിലേക്ക് ഇവർ കടന്നു കയറിയിരിക്കുന്നു, ഈ ട്രിപ്ലക്സ് കടന്നു കയറിയിരിക്കുന്നു. അവർ ആ വിവരങ്ങൾ മോഷ്ടിച്ച് ഇപ്പോൾ ഡാർക്ക് വെബിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ആശങ്കാജനകമായ കാര്യമാണ് പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ബാങ്കുകളിൽ ഒന്നാണ് ബാങ്ക് ഓഫ് ബറോഡ. അത്തരത്തിലൊരു ബാങ്കിൽ വീക്ക് പാസ്വേഡുകളും വളരെ ദുർബലമായ പാസ്വേഡുകളും അതോടൊപ്പം തന്നെ ദുർബലമായ സൈബർ സുരക്ഷാ സംവിധാനങ്ങളുമൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ അത് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം വലിയ നിരാശയും ആശങ്കയും ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത് ഏറ്റവും ഒടുവിൽ നടന്ന ഒരു ലീക്കാണ്. ഇതുമാത്രമല്ല, ഇതിന് തൊട്ട് മുമ്പ് DRDOയുടെ രഹസ്യ രേഖകൾ ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് വെച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഹാക്കർമാർ DRDOയുടെ കമ്പ്യൂട്ടർ സംവിധാനങ്ങളിൽ നുഴഞ്ഞു കയറുകയും ആ സംവിധാനങ്ങളിൽ നിന്നും അതീവ രഹസ്യമായ വിവരങ്ങൾ മോഷ്ടിച്ച് അല്ലെങ്കിൽ അത് ചോർത്തിയെടുത്ത് ഡാർക്ക് വെബിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇത്രയധികം DRDOയുടെ അതീവ രഹസ്യമായ വിവരങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്, ഇത്ര രൂപ തരുന്നവർക്ക് അത് ഡൗൺലോഡ് ചെയ്യാം എന്നാണ് ഡാർക്ക് വെബിൽ പരസ്യം കൊടുത്തിരുന്നത്. ഏതാണ്ട് 2 ആഴ്ചയോളം ആ പരസ്യം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇത് കണ്ടെത്തിയ ഒരു സൈബർ ഫോറൻസിക് കമ്പനി പറയുന്നത്. കേരളത്തിലെ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്, ഒരു സൈബർ ഫോറൻസിക് കമ്പനിയാണ് ഇത് കണ്ടെത്തുന്നത്. ഇത് ഇന്ത്യൻ ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്ക് അവരുടെ ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ട്. ഇൻ്റലിജൻസ് ബ്യൂറോയും അതുപോലെ തന്നെ DRDO കേന്ദ്രങ്ങളുമെല്ലാം ഇത് സംബന്ധിച്ച അന്വേഷണത്തിലുമാണ്. അതായത് DRDO എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമാണ്. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനം എന്ന് പറയുമ്പോൾ ഇന്ത്യ ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. മുൻകാലങ്ങളിൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യമാണ് ഇന്ത്യയെങ്കിൽ ഇന്നിപ്പോൾ ഇന്ത്യയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രതിരോധ ഉപകരണങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുകയാണ്. മാത്രമല്ല, ഇന്ത്യ നിർമ്മിച്ച പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ ഗവേഷണ സ്ഥാപനം, പ്രതിരോധ ഗവേഷണ സ്ഥാപനത്തിന് ഇപ്പോൾ വലിയ പ്രസക്തിയുണ്ട്. ശത്രു രാജ്യങ്ങളടക്കം ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ ആയുധങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാനായി വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം. ആ സമയത്താണ് DRDO പോലെയുള്ള ഒരു സ്ഥാപനത്തിൻ്റെ വിവരങ്ങൾ ചോർന്നുവെന്നും അതീവ തന്ത്രപ്രധാനമായ ചില വിവരങ്ങൾ സാമ്പിളുകളായി ആർക്കും കാണത്തക്ക രീതിയിൽ ഇപ്പോഴും ഡാർക്ക് വെബിൽ ഉണ്ട് എന്നുമുള്ള വാർത്ത വരുന്നത്. ഈ ശാസ്ത്രജ്ഞന്മാരുടെ ഒപ്പടക്കമുള്ള രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ സമ്പത്തായിട്ടുള്ള, രാജ്യത്തിൻ്റെ സുരക്ഷയെ പോലും ബാധിക്കുന്ന അതീവ രഹസ്യമായ പ്രതിരോധ രഹസ്യങ്ങൾ അത് ചോർന്നിട്ടുണ്ടോ, അത് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിൽക്കുന്നില്ല, അവിടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. അതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കൂടംകുളം ആണവ നിലയവുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ ചോർന്നു. അതും ഡാർക്ക് വെബിൽ നിന്നാണ് കണ്ടെത്തിയത്. ഈ ഡാർക്ക് വെബിൽ നിന്നും കൂടംകുളം ആണവ നിലയം എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ ആണവ റിയാക്ടറുകളിൽ, ആണവ നിലയങ്ങളിൽ ഏറ്റവും വലുതാണ്. ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആണവ നിലയമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൂടംകുളം. മാത്രമല്ല, വളരെ വലിയ സാങ്കേതിക വിദ്യ, ഈ ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഒരു ആണവ നിലയമാണ്. രാജ്യത്തിൻ്റെ പുരോഗതി അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പോലും നേരിട്ട് ഈ കൂടംകുളം ആണവ നിലയവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തുകയാണ്. അത്രമാത്രം തന്ത്രപ്രധാനമുള്ള ഒരു ആണവ നിലയം. ആ ആണവ നിലയത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന 2 കെട്ടിടങ്ങളെക്കുറിച്ചുള്ള ബ്ലൂ പ്രിൻ്റുകൾ അടക്കമുള്ള വിവരമാണ്. റിയാക്ടറുകളുടെ കെട്ടിടങ്ങളാണ്. ആ കെട്ടിടങ്ങളെക്കുറിച്ചുള്ള ബ്ലൂ പ്രിൻ്റുകളും മറ്റ് വിവരങ്ങളുമാണ് ചോർന്നുപോയത്, ഈ ഡാർക്ക് വെബിൽ പ്രത്യക്ഷപ്പെട്ടത്. അത് ഇതുവരെയും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ലാത്ത റിയാക്ടറാണ് എന്ന് പറഞ്ഞ് ഒരു ചെറിയ വിശദീകരണമൊക്കെ കൂടംകുളം നിലയം അധികൃതർ പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ അത് 2027, അതായത് ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ പണി പൂർത്തിയായി പ്രവർത്തനം ആരംഭിക്കേണ്ട റിയാക്ടറിൻ്റെ ചിത്രങ്ങളാണ് ഇത്തരത്തിൽ ഡാർക്ക് വെബിൽ, സൈബർ അധോലോകമായ ഡാർക്ക് വെബിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഏറ്റവും ഒടുവിൽ നടന്ന ബാങ്ക് ഓഫ് ബറോഡയുടെ വിവരങ്ങൾ ചോർന്ന വിഷയത്തിൽ അവിടുത്തെ ഒരു ജീവനക്കാരൻ, ആ ജീവനക്കാരൻ്റെ ഇമെയിൽ ID വഴിയാണ് ഈ ഹാക്കർമാർ നേരെ ബാങ്കിൻ്റെ സംവിധാനങ്ങളിലേക്ക്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളിലേക്ക് കയറിയത്. രണ്ടാമത്തെ വിഷയത്തിൽ DRDOയെ സംബന്ധിച്ചിടത്തോളമുള്ള വിഷയത്തിലാണെങ്കിൽ ഒരു IAS ഓഫീസറുടെ കമ്പ്യൂട്ടർ, അതായത് ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിച്ച ഒരു കമ്പ്യൂട്ടർ വഴിയാണ് ഈ മാൽവെയറുകൾ DRDOയുടെ രഹസ്യങ്ങൾ ചോർത്താനായി കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് കടന്നു കയറിയത്. മൂന്നാമത്തേത്, അതായത് ആണവ റിയാക്ടറുകളുടെ വിശദാംശങ്ങൾ ചോർത്താൻ ശ്രമിച്ച കേസിൽ, ഈ ആണവ റിയാക്ടറുടെ വിശദ വിവരങ്ങൾ ചോർത്താൻ ശ്രമിച്ച കേസിൽ അനിൽ അംബാനി
എന്ന കോൺട്രാക്ടർ, ആ ബിൽഡിംഗ് കോൺട്രാക്ട് ചെയ്യുന്നത് അനിൽ അംബാനിയുടെ ഗ്രൂപ്പാണ്. അനിൽ അംബാനി ഗ്രൂപ്പിൻ്റെ അനിൽ അംബാനി ഗ്രൂപ്പിൻ്റെ റിലയൻസ് കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന കമ്പനിയാണ്. ആ കമ്പനിയുടെ സോഫ്റ്റ്വെയറുകളിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ കമ്പനിയുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളിൽ നിന്നാണ് ഈ വിവരങ്ങൾ ഹാക്കർമാർ ചോർത്തിയെടുത്തിരിക്കുന്നത്. ഇങ്ങനെ അതീവ സുരക്ഷ, അതീവ പ്രാധാന്യമുള്ള മേഖലകളിൽ പോലും സൈബർ സുരക്ഷയിൽ വലിയ വീഴ്ചകൾ ഈ രാജ്യത്തുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന 3 സംഭവങ്ങളാണ് നേരത്തെ പറഞ്ഞത്. ഇനിയും ചില ആക്രമണങ്ങൾ ചില കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളിൽ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. പക്ഷേ അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതും വാർത്തയായി എത്തിക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ ഇതാ തന്ത്രപ്രധാനമായ രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയുടെ തന്ത്രപ്രധാനമായ മേഖലയാണ് ബാങ്കുകൾ. ആ ബാങ്കുകളുടെ കമ്പ്യൂട്ടർ സംവിധാനത്തിലേക്ക് ഇവർ നുഴഞ്ഞു കയറിയിരിക്കുന്നു. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളിലേക്ക് ഇവർ കടന്നു കയറിയിരിക്കുന്നു. കൂടംകുളം ആണവ നിലയം എന്ന രാജ്യത്തിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ആണവ വൈദ്യുത നിലയം, അതിൻ്റെ വിവരങ്ങളും ഇപ്പോൾ ചോർത്തിയെടുത്ത് ഡാർക്ക് വെബിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്തായി ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ മേഖലകൾ സൈബർ ആക്രമണത്തിന് ഇരയാകുന്നു എന്ന് തന്നെയാണ്. കേന്ദ്ര സർക്കാരും മറ്റ് ഏജൻസികളുമെല്ലാം ഈ സൈബർ ആക്രമണത്തിൻ്റെ പിന്നിൽ ആര് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം നടത്തുകയും രാജ്യമാകെ ഈ സൈബർ ആക്രമണം വ്യാപിപ്പിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ഇപ്പോൾ തന്നെ തന്ത്രപ്രധാനമായ മേഖലകളിൽ ഈ സൈബർ സുരക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇല്ല എങ്കിൽ ചോദ്യപേപ്പർ മാത്രമല്ല, രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ വരെ ഇതാ ചോർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചോർച്ചയിൽ ഇതുവരെയും കാര്യമായ ഒരു ഏജൻസിയും വിശദീകരണം നൽകിയിട്ടില്ല. അതാത് ഏജൻസികൾ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടത്തുന്നത് ആര് എന്നത് സംബന്ധിച്ച വിവരങ്ങളില്ല. എന്തായാലും പ്രതിപക്ഷവും ഭരണപക്ഷവും കഴിഞ്ഞുപോയ പേപ്പർ ലീക്കിനെ പറ്റി മാത്രം ചർച്ച ചെയ്തിരിക്കുമ്പോൾ രാജ്യത്ത് നടക്കുന്ന വിവരസാങ്കേതിക വിദ്യ മേഖലയിൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് മേഖലയിൽ നടക്കുന്ന അതീവ ഗുരുതരമായ ഈ ചോർച്ച, ആ ചോർച്ചയുടെ ഉറവിടം കണ്ടെത്തേണ്ടത് രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ ഉത്തരവാദിത്വം.